പേരാവൂർ UDFന് അടിത്തറയുള്ള സീറ്റെന്ന് കെ ശൈലജ. ശക്തമായ മത്സരം കാഴ്ചവെച്ച് സീറ്റ് തിരിച്ചുപിടിക്കാമെന്നാണ് പാർട്ടി വിലയിരുത്തിയത്. PB മെമ്പർ MLA ആയിരിക്കെ മറ്റൊരാളെ പ്രതിപക്ഷ നേതാവായി തീരുമാനിക്കുന്നതിൽ സാങ്കേതിക പ്രശ്നമുണ്ടെന്നും കെ ശൈലജ പറഞ്ഞു. റഷീദ് ബിൻ മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. റഷീദ്, ഈ PB അംഗം MLA ആയിരിക്കെ അദ്ദേഹത്തെ മറികടന്ന് മറ്റൊരാളെ LOP ആക്കാൻ കഴിയില്ല എന്ന സാങ്കേതികത്വം മാത്രമാണോ പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയതിന് പിന്നിൽ എന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്? മറ്റെന്തൊക്കെ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട് ടീച്ചർ? നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ എല്ലാ ജില്ലകളിലും പ്രത്യേകം സെക്രട്ടേറിയറ്റ് ചേരുകയും അവരുടെ തോൽവിയുടെ പരാജയം എന്താണ് എന്നുള്ളതാണ് നിലവിൽ CPM വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് വിവിധ ജില്ലകളിൽ നടന്നിട്ടുള്ള സെക്രട്ടേറിയറ്റുകളിൽ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ തെരഞ്ഞെടുത്തതിൽ വലിയ ഒരു അഭിപ്രായ ഭിന്നതകൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഉള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ കെ ശൈലജ, കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ ശൈലജ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ PB അംഗം കൂടിയായിട്ടുള്ള മുതിർന്ന നേതാവ് MLA ആയിരിക്കെ മറ്റൊരാളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് പാർട്ടിയുടെ ചട്ടങ്ങൾ അനുസരിച്ച് വലിയ സാങ്കേതികത്വം നിലനിൽക്കുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാനത്തിനകത്ത് ചേർന്നിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതോടൊപ്പം PB യോഗത്തിലും കൂടുതൽ അംഗങ്ങളും പിന്തുണച്ചിട്ടുള്ളത് പിണറായി വിജയനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് പിണറായി വിജയത്തിനെ പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരാളുടെ തീരുമാനം മാത്രമായിരുന്നില്ല പാർട്ടിയുടെ ഇത് എന്നുള്ളതാണ്. കൂട്ടായിട്ടെടുത്തിട്ടുള്ള തീരുമാനമാണ് ഇത്തരത്തിൽ പിണറായി വിജയനെ ഈ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുണ്ടായിട്ടുള്ള കാരണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര അംഗം കൂടിയായിട്ടുള്ള കെ ശൈലജ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തൻ്റെ മണ്ഡലത്തിലേറ്റ പരാജയവുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള പഠനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം അത് കോൺഗ്രസിന് വലിയ അടിത്തറയുള്ള വലിയ വോട്ട് ബാങ്ക് ആയിട്ടുള്ള മേഖല തന്നെയാണ്. ഇവിടെയാണ് തന്നെ മത്സരിപ്പിക്കാനുള്ളൊരു തീരുമാനം പാർട്ടി എടുത്തിരുന്നത്. ഇതിൽ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം ഇല്ലായിരുന്നില്ല. പക്ഷേ പാർട്ടിക്കകത്ത് പല നേതാക്കളും ഇത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. പല നേതാക്കളും പല സഖാക്കൾക്കും അത്തരത്തിൽ അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കെ ശൈലജ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പ്രയാസങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നെങ്കിൽ പോലും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു തീരുമാനമാണ് പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായതിന് അടിസ്ഥാനത്തിലാണ് താൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തിട്ടുള്ളത്. പാർട്ടിയുടെ തീരുമാനം ഏതെങ്കിലും തരത്തിൽ തെറ്റായി എന്ന് തനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യം കൂടി കെ ശൈലജ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പാർട്ടിയുടെ തോൽവിയുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള പഠനങ്ങളിലേക്ക് കടക്കുമ്പോൾ പോലും പാർട്ടിയിൽ നിന്ന് അകത്തു നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പ്രതികരണങ്ങൾ കൂടി വന്നിരിക്കുന്നത്. ശരി.